അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു ബൈക്കിന്റെ അതുപോലെ കാസിന്റെ ഒക്കെ റീൽസിൽ ട്രെൻഡിങ് കൂടി ആയിട്ടുള്ള ഈ ഒരു ഐ ബ്ലിങ്കിന്റെ ഒരു ട്രാൻസിഷൻ എങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ ക്യാപ്കിറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ക്യാപ്കിറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ 2 വീഡിയോ ക്ലിപ്സ് ഇവിടെ ഒരു കാറിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. മാരുതി 800 ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐ ബ്ലിങ്കിന്റെ എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ആഡ് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഒരു വൈറ്റ് ലൈന് നിങ്ങൾക്ക് നിങ്ങളൊരു കാറിൽ എവിടെ വെച്ചിട്ടാണ് ഒരു ഐ ബ്ലിങ്കിന്റെ എഫക്റ്റ് വരുന്നത് അവിടെ വെച്ച് അവിടേക്ക് നിങ്ങളൊരു വൈറ്റ് ലൈൻ നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഒരു ഐ ബ്ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഐ ബ്ലിങ്ക് നിങ്ങൾക്ക് ഒറ്റ ബ്ലിങ്ക് ആണോ വേണ്ടത് അല്ലെങ്കിൽ 1 2 3 കൂടുതൽ നിങ്ങൾക്ക് ഐ ബ്ലിങ്ക് നിങ്ങളെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യണം വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ ബ്ലിങ്കോട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു 0.2 സെക്കൻഡ് ഒക്കെയാണ് ഞാനൊരു ഐ ബ്ലിങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജിന്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്യണത്. എന്നിട്ട് നിങ്ങൾ ഒരു ബ്ലാക്ക് ഇമേജ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് 2 ഇമേജ് ആക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു പുതിയതായി വന്നിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജിന്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ബ്ലാക്ക് ഇമേജ് താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ 2 ബ്ലാക്ക് ഇമേജിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കി ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾ മറക്കരുത്. അതിനുശേഷം പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇനി ആ ഒരു ബ്ലാക്ക് ഇമേജ് കറക്റ്റ് നിങ്ങൾ ആ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ താഴേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ കറക്റ്റ് ഒരു ബ്ലാക്ക് ഇമേജ് ആ ഹെഡ്ലൈറ്റിന്റെ മേലേക്കും ഒരു ബ്ലാക്ക് ഇമേജ് കറക്റ്റ് അതിന്റെ അടിയത്തെ ഭാഗത്തും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളത് കറക്റ്റ് അത് നിങ്ങളുടെ ഓരോ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓരോ മോഡലാക്കാരം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ജസ്റ്റ് അതിന് ചെരിക്കാനൊക്കെ ആ ഒരു ബ്ലാക്ക് ഇമേജ് ചെരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെരിച്ച് കൊടുത്ത് കറക്റ്റ് സെറ്റ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു 2 ബ്ലാക്ക് ഇമേജിന്റെ സ്റ്റാർട്ടിലും അതുപോലെ എൻഡിലും നിങ്ങൾ ഓരോ കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ സെന്ററിൽ പോയിട്ട് നിങ്ങളൊരു കീ ഫ്രെയിം 2 ഇമേജിന് കൊടുത്തിട്ട് ഒരു 2 ബ്ലാക്ക് ഇമേജ് നിങ്ങൾ 2 കൂട്ടിമുട്ടി കൊടുക്കുക. കൂട്ടിമുട്ട മീൻസ് അത് 2 അടയണ ഒരു ഐ ബ്ലിങ്ക് ആവുന്ന രീതിക്ക് 2 ഒരു പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾ കൂട്ടിമുട്ടിച്ച് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വണ്ടിക്ക് ഒറ്റ ബ്ലിങ്കുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ 0.2 സെക്കൻഡ് കൊടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോക്ക് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബ്ലിങ്ക് കൊടുക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ ആ 0.2 എന്നുള്ള ബ്ലാക്ക് ഇമേജിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഈ കീ ഫ്രെയിം വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ആ ഒരു വൈറ്റ് ലൈൻ ഫ്രണ്ടിലേക്ക് നീക്കി അവിടെ വെച്ചിട്ട് ഒരു ഐ ബ്ലിങ്ക് ആക്കി കൊടുക്കുക. പിന്നെ കീ ഫ്രെയിം കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നീക്കി ഐ ബ്ലിങ്കിന് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് ആ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് ഒരു ഹെഡ്ലൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ മേലും താഴേക്ക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പോലെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഐ ബ്ലിങ്ക് 2-3 തവണ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ചെയ്യാൻ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ഇമേജ് യൂസ് ചെയ്തിട്ട് ഐ ബ്ലിങ്ക് അവിടെ കൊടുത്തിട്ട് അപ്പോൾ ഇനി ആ ബ്ലാക്ക് ഇമേജ് നമുക്ക് ഫുൾ ആയിട്ട് മാറ്റിയിട്ട് കറക്റ്റ് ഹെഡ്ലൈറ്റിന്റെ ഉള്ളിൽ മാത്രമായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഇമേജ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് ഓവർലേ ആക്കി കൊടുക്കുക. ഓവർലേ ആക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് നമ്മളെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോനെ താഴേക്ക് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഐ ബ്ലിങ്ക് വരുന്നിടത്തേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങളുടെ ലെയർ എന്നുള്ള ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലെയർ 2 കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് 3 ഇട്ട് കൊടുക്കുക. 3 ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ ആ ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ കസ്റ്റം ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിലെ ബ്രഷ് സെലക്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആ വീഡിയോ മൊത്തത്തിൽ ആ റെഡ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഇറേസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പക്ക ഫിനിഷിങ് നിങ്ങൾ റെഡ് ലൈറ്റ് മാത്രമായിട്ട് നിങ്ങൾ അവിടെ ഇറേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. ആ ഇറേസിംഗ് അവിടെ കഴിഞ്ഞിട്ട് നിങ്ങൾ സൈഡിൽ തന്നെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്കൊരു കാറിന്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ആ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു കണ്ണടയുന്നത്, ഓരോ പ്രതിമയുടെ കണ്ണടയുന്നത്, അതുപോലെ ഓരോ ചിത്രങ്ങളുടെ കണ്ണൊക്കെ അടയുന്നത്. അപ്പോൾ അതൊക്കെ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഈ കാറും ബൈക്കും അല്ലാത്ത റീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ടൈപ്പിലുള്ള റീൽസിലൊക്കെ ഈ ഒരു സെയിം ആയിട്ടുള്ള എഫക്റ്റ് തന്നെ അവിടെ അതിൽ യൂസ് ചെയ്യുന്നത്, ഒരു ബ്ലാക്ക് ഇമേജ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതും ക്രിയേറ്റ് ചെയ്തെടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു എഫക്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ. എഫക്റ്റ് മീൻസ് ചെറിയൊരു സൗണ്ട് എഫക്റ്റ് ഈ ഒരു ഐ ബ്ലിങ്കിനോട്ട്
ചെറിയൊരു ഐബ്ലിങ്ങിന്റെ ഒരു സൗണ്ട് എഫക്റ്റ്. അപ്പോൾ അതിനായി താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒരു ഐബ്ലിങ്ങിന്റെ ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു റിയാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐബ്ലിങ്ങിന്റെ ഒരു സൗണ്ട് എഫക്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കഴിഞ്ഞ ഐബ്ലിങ്ങിന്റെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടാണ്. വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം.